ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ അരിത്തമെറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാമാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് എന്താണ്, ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. ഇൻ ദീസ് ടൈപ്പ് ഓഫ് പ്രോബ്ലം യൂഷ്വലി മാത്തമെറ്റിക്കൽ സിമ്പിൾ ആർ കൺവേർട്ടഡ് ഇൻ ടു അനദർ ഫോം എയ്തർ ബൈ ഇൻ്റർചേഞ്ചിങ് ദ സിമ്പിൾ ഓർ യൂസിങ് ഡിഫറെൻറ്റ് symbol in place of usual symbol and then calculate the equation according to the given condition. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്, നമുക്കിവിടെ ഒരു മാത്തമെറ്റിക്കൽ ആയിട്ടുള്ളൊരു പ്രോബ്ലം തന്നിട്ടുണ്ടാവും. പ്ലസും മൈനസും മൾട്ടിപ്ലിക്കേഷനൊക്കെ വരുന്നൊരു പ്രോബ്ലം തന്നിട്ടുണ്ടാവും. അത് വേറൊരു രീതിയിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ടാവും. എങ്ങനെയൊക്കെ മാറ്റി എഴുതാം? ചിലപ്പം രണ്ട് സിമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിലോ ഇപ്പോൾ ഒരു പ്ലസിൻ്റെ സ്ഥാനത്ത് മൈനസ് ആയിരിക്കും. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അരിത്തമെറ്റിക്കൽ റീസണിങ്ങിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്, നമുക്ക് ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയുന്നതാണ്, ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബോഡ് മാസ് റൂള്. എന്താണ് വി ബോഡ് മാസ്? ഫസ്റ്റ് എന്ന് പറയുമ്പോൾ വിനിക്കുലം ബ്രാക്കറ്റ്, അങ്ങനത്തെ ബ്രാക്കറ്റ് അറിയോ? അപ്പം 5+2 എന്ന് എഴുതി അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പറയുന്നത് വിനിക്കുലം ബ്രാക്കറ്റ് എന്ന്. പിന്നെ അതേപോലെ തന്നെ സാധാരണ ബാക്കിയുള്ള ബ്രാക്കറ്റുകളാണ് രണ്ടാമത് വരുന്നത്, അതാണ് ബി. പിന്നെ എന്ന് പറയുമ്പോൾ ഓഫ്, പവർ ഓഫ് ഇല്ലേ, ഇപ്പോൾ എക്സ് സ്ക്വയർ, അതൊക്കെ നമ്മൾ ആദ്യം ചെയ്യണം. പിന്നെന്താണ് ഡിവിഷൻ, ഡി വരും. അതേപോലെ തന്നെ എം എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ. എ എന്ന് പറയുമ്പോൾ എന്താണ്, അഡിഷൻ. എസ് എന്ന് പറയുമ്പോൾ എന്താണ്, സബ്സ്ട്രാക്ഷൻ. അപ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം ഇതിൻ്റെ അതേ ഓർഡറിൽ തന്നെ സോൾവ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്, ടൈപ്സ് ഓഫ് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഫസ്റ്റ് തന്നിട്ടുള്ള എന്താണ്, സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ. In these various mathematical symbols followed by a question involving calculation of an expression, it is required to put the real sign in the given equation and then solve the question. ഇങ്ങനത്തെ പ്രോബ്ലം എങ്ങനെയാണ് വരിക? നമുക്കൊരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കില്ല, പക്ഷെ അതിന് കുറച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കുറച്ച് സിമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അതവിടെ കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇതാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിൽ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് മനസ്സിലാവും. എന്താണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ? പ്ലസ് സ്റ്റാൻഡ് ഫോർ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാൻഡ് ഫോർ അഡീഷൻ, മൈനസ് stand for multiplication, division stand for subtraction, then which of the following equation is correct? ഇവിടെ 4 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിലേത് ഇക്വേഷനാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ യഥാർത്ഥമായിട്ടുള്ള സിമ്പിൾസ് അല്ല തന്നിട്ടുള്ളത്. പ്ലസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, അത് ഡിവിഷൻ ആയിരിക്കുന്നത് തന്നിട്ടുണ്ട്. ആ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യണം. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റത്തെ ഓപ്ഷൻ എടുക്കാം, 36. ഇവിടെ എന്താണ് വരുന്നത്, മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, അഡീഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാൻഡ് ഫോർ അഡീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് ഇവിടെ വന്നിട്ടുള്ളത്, അഡീഷനാണ് വന്നിട്ടുള്ളത്. പ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിവിഷനാണ് വരേണ്ടത്. അപ്പോൾ ഡിവിഷൻ കൊടുത്തു 7. പിന്നെന്താണ്, ഡിവിഷൻ വന്നു. ഡിവിഷൻ സ്റ്റാൻഡ് ഫോർ എന്താണ്, സബ്സ്ട്രാക്ഷൻ. 7 - 2 എന്ന് വരും. അത് കഴിഞ്ഞിട്ടോ മൈനസ് ആണ് വരുന്നത്, സബ്സ്ട്രാക്ഷനാണ് വരുന്നത്. അന്നേരം എന്താണ്, സ്റ്റാൻഡ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പം നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, വി ബോഡ് മാസ് എഴുതുക.
ഫസ്റ്റ് ബ്രാക്കറ്റും ഇല്ല, വെനിക്കുലം ബ്രാക്കറ്റും ഇല്ല, ഓർഡറും ഇല്ല. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഡിവിഷൻ ചെയ്യാലോ. ഇവിടെ ഡിവിഷൻ വരുന്നുണ്ട്, പിന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ എത്രയാണ് വരിക? 12 വരും. പിന്നെ ഇവിടെ 36 ആഡ് ചെയ്യണം. അപ്പം 6/7 എന്ന് പറയുമ്പോൾ എന്താണ്? 6/6 എന്ന് പറയുമ്പോൾ 1 വരും. 6/7 എന്ന് പറയുമ്പോഴോ പോയിന്റ് സംതിങ് അല്ലേ വരിക. പിന്നെ ഇവിടെ 12 മൈനസ് ചെയ്യാനും ഉണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് എന്തായാലും 20ൻ്റെ അടുത്തല്ലല്ലോ വരിക, 20ൻ്റെ മുകളിൽ വരില്ലേ. 36ന്ന് പോയിന്റ് സംതിങ് വരും. അതിന്ന് 12 പോയിന്റ് എത്രയാണ് വരിക? 24 വരൂലേ. 24ൻ്റെ അടുത്ത് വരും. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? 36 പ്ലസ് ആണ് വരുന്നത് ഇവിടെ. അപ്പം എന്താണ്? ഡിവിഷൻ. പിന്നെ ഇവിടെ മൈനസ് ആണ് വരുന്നത്, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ ഇവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്, ഇൻറ്റു. അതെന്താണ്? അഡീഷൻ അല്ലേ. അപ്പോൾ അഡീഷൻ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഡിവിഷൻ ആണെങ്കിലോ സബ്സ്ട്രാക്ഷൻ. അതിൻ്റെ വാല്യൂ 24 എന്നാണ് തന്നിട്ടുള്ളത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഡിവിഷൻ ചെയ്യാലോ. 36 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ എന്താണ്? 6 വട്ടം പോകില്ലേ. അപ്പോൾ ഇത് 6 വരും. പിന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 6 × 3 എന്ന് പറയുമ്പോൾ 18 അല്ലേ. 18. പിന്നെന്താണ്? അഡീഷൻ ചെയ്യുക. 18 + 5 എന്ന് പറയുമ്പോൾ എത്രയാ? 18 + 5 എന്ന് പറയുമ്പോൾ 8ഉം 2ഉം 10. അപ്പോൾ 20, 23 വരും. 23ന്ന് 3 പോയിട്ടുണ്ടെങ്കിൽ 20 അല്ലേ വരിക. 23ന്ന് 3 പോയിട്ടുണ്ടെങ്കിൽ 20 വരും. പക്ഷെ ഇവിടെ 24 ആവുന്നുള്ളത്. അപ്പം അത് കറക്റ്റ് അല്ല. രണ്ടാമത്തെ ഓപ്ഷനും കറക്റ്റ് അല്ല. മൂന്നാമത്തെ എന്താണ്? ഫസ്റ്റ് ഡിവിഷനാണ് വന്നിട്ടുള്ളത്. അതെന്താണ്? സബ്സ്ട്രാക്ഷൻ ആണ്. അപ്പോൾ 36 മൈനസ് 6 വരും. പിന്നെ പ്ലസ് ആണ് വരുന്നത്. പ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിവിഷൻ. പിന്നെന്താണ്? സ്റ്റാർ അല്ലേ വരുന്നത്, അതായത് മൾട്ടിപ്ലിക്കേഷൻ. അത് അഡീഷൻ ആയല്ലോ. 5. പിന്നെ മൈനസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്, 3. ഇത് 45 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിവിഷൻ 6/3 എന്ന് പറയുമ്പോൾ 2. പിന്നെ എന്ന് പറയുമ്പോൾ 3×5 15. അപ്പോൾ 36 - 2 എന്ന് പറയുമ്പോൾ 34. 34 + 15 എന്ന് പറയുമ്പോൾ എത്രയാണ്? 49 വരുന്നത്. പക്ഷെ നമുക്കിവിടെ 45 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനും കറക്റ്റ് അല്ല. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ നാലാമത്തെ ഓപ്ഷനാണ്. നമ്മൾ 3 ഓപ്ഷനും കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നാലാമത്തെ ഓപ്ഷൻ കണ്ടുപിടിച്ച് സമയം കളയണ്ട. പക്ഷെ നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്ന്. 36 മൈനസ് ആണ് വരുന്നത്. ഫസ്റ്റ് മൈനസ് വരുമ്പോൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. പിന്നെന്താണ്? പ്ലസ് ആണ് വരുന്നത്. പ്ലസ് എന്ന് പറയുമ്പോൾ ഡിവിഷൻ ആണ്. പിന്നെന്താണ്? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ വരുന്നത്. അതിനെന്താണ്? അഡീഷൻ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, അഡീഷൻ. പിന്നെ ഡിവിഷൻ എന്ന് പറയുമ്പോൾ മൈനസ് ആണല്ലോ വരിക, സബ്സ്ട്രാക്ഷൻ ആണ് വരിക. ഇത് 74 വരുന്നുണ്ടോ നമുക്ക് നോക്കാം. 74 വരണം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത 3 ഏതോ ഒന്ന് ശരിയാണ്, നമ്മൾ ചെയ്തത് തെറ്റിപ്പോയിന്ന് വരും. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഡിവിഷൻ.
6/3 എന്ന് പറയുമ്പോൾ 2. പിന്നെ 36 × 2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 30 30 60. 6 6 12. ഇപ്പോൾ 72 അല്ലേ? 72 പ്ലസ് 5 - 3 എന്ന് പറയുമ്പോൾ 2 അല്ലേ? 72 + 2 എന്ന് പറയുമ്പോൾ 74. അപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? ഇന്റർചേഞ്ച് ഓഫ് സൈൻ ആൻഡ് നമ്പേഴ്സ്. In this, the given equation become correct and fully balanced when either two sign of the equation or both numbers and sign of equations are interchanged. ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് പ്രോബ്ലം? എങ്ങനെയാണ് വരിക? നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവും, പക്ഷെ അത് കറക്റ്റ് ആയിരിക്കില്ല. എങ്ങനെ കറക്റ്റ് ആക്കാം? ചിലപ്പോൾ 2 സൈനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവും. അല്ലെങ്കിൽ 2 സൈനുകളും ഇൻ്റർചേഞ്ച് ചെയ്യണം, അതേപോലെ തന്നെ 2 നമ്പറുകളും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. നമുക്കതിനൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഗിവൺ ഇൻ്റർചേഞ്ച് സൈൻ പ്ലസ് ആൻഡ് മൈനസ്. പ്ലസും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണം. അതാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ വരച്ച് വെക്കാം, എന്നാൽ എളുപ്പമാവുമല്ലോ. പിന്നെന്താണ്? 5ഉം 8ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണം. എന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് 82 തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്? 8 5 ആവുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ 5 കൊടുക്കണം. പിന്നെ 2 2 തന്നെ, 2-ലൊരു മാറ്റം വരുന്നില്ലല്ലോ. പിന്നെ മൈനസ് ആണ് വരുന്നത്, മൈനസ് എന്താവും? പ്ലസ് ആവും. ഇനി അടുത്തതാണെങ്കിലോ 35, 3-നൊരു ചേഞ്ച് വരുന്നില്ല, പക്ഷെ 5 എന്തായി? 8 ആവണമല്ലോ. ഇവിടെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണ്ടേ? അന്നേരം 5ൻ്റെ സ്ഥാനത്ത് 8 വരും. പിന്നെ പ്ലസിൻ്റെ സ്ഥാനത്ത് എന്താണ്? മൈനസ് വന്നു. 5ൻ്റെ സ്ഥാനത്ത് എന്തായി? 8 8 8 വരും. പിന്നെ ഈക്വൽ ടുവിനൊരു മാറ്റം വരുന്നില്ല, 2-നും ഒരു മാറ്റം വരുന്നില്ല. നമുക്ക് നോക്കാം. ഫസ്റ്റ് 52 + 38 ചെയ്യണം. എത്രയാണ് വരിക? 52 + 38. 10 ശിഷ്ടം 1. 8 9 90. 90-ൽ നിന്ന് 88 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 2 തന്നെ. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത എന്താണ്? ബാലൻസിങ് ദ ഇക്വേഷൻ. ഇൻ ദീസ് the signs given in one of the alternative are required to fill up the blank spaces for sign in order to balance the given equation. നമുക്ക് അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് വരുന്നത് നോക്കാം അടുത്ത സ്ലൈഡിൽ. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ എന്താണ്? സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ സൈൻ, റീപ്ലേസ് ദി സ്റ്റാർ സൈൻ ടു ബാലൻസ് ദ ഇക്വേഷൻ. ഈ മോഡൽ എങ്ങനെ വരുന്നത്? നമുക്കൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടൊരു എക്സ്പ്രഷൻ തരിക. ഇവിടെ സ്റ്റാറാണ് കൊടുത്തുള്ളത്. ചിലപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്പേസ് ഗ്യാപ്പ് ഇട്ടിട്ട് തരും. ഇവിടെ സ്റ്റാർ തന്നു. 9 സ്റ്റാർ, 4 സ്റ്റാർ, 22 സ്റ്റാർ, 14. ഈ സ്റ്റാറിൻ്റെ അടുത്ത് നമുക്കിവിടെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ലേ? ആ ഓപ്ഷൻ്റെ അതേ ഓർഡറിലുള്ള എന്താണ് ഓപ്പറേഷൻസ് ചെയ്യണം. അപ്പോൾ ഏതാണ് കറക്റ്റ്, അങ്ങനെ ചെയ്താൽ ഏതാണ് കറക്റ്റ് വരിക എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാം? 9 മൾട്ടിപ്ലിക്കേഷനല്ലേ വരുന്നത്, 4 ഈക്വൽ ടു ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്? 22 വരും. 22ൻ്റെ അവിടെ കഴിഞ്ഞിട്ട് മൈനസ് വരും, 14 വരും. ഇത് കറക്റ്റാണോ? 9 4 36 വരിക, 36. 22-ന്ന് 14 പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും 36 വരില്ല. അപ്പോൾ ഇത് 2 കറക്റ്റ് അല്ല. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ കറക്റ്റ് അല്ല. നമുക്ക് രണ്ടാമത്തെ നോക്കി നോക്കാം. രണ്ടാമത്തെ എന്താണ്? 9 ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ വന്നു,
അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്, സബ്ട്രാക്ഷൻ വന്നു, പിന്നെ ഈക്വൽ ടു വന്നു, പിന്നെ 14 അല്ലേ, 14 വന്നു. അപ്പോൾ നമുക്കിവിടെ ആദ്യം ചെയ്യേണ്ട ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. 9 4 36, 36, 36 22 പോയിന്റ് എത്രയാണ്, 14 അല്ലേ വരിക, 14. അപ്പോൾ രണ്ട് സൈഡ് ഈക്വലായി. അപ്പോൾ ഈ എക്സാമ്പിളിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ്. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഇത്ര കാര്യങ്ങളെ നോക്കുന്നുള്ളൂ. ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ അരിത്തമെറ്റിക്കൽ റീസണിങ്ങിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.